സംരക്ഷണം അത്രയും വലുതാണ്. പ്രതികളുടെ കൂടെയാണ്. ഇതിനകത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇത് ആത്മഹത്യയാണ്, അല്ല ഇത് കൊലപാതകമാണ്, ഇതിൽ SFIക്കാർ സംഘടിതമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നോക്കൂ, അന്വേഷണ റിപ്പോർട്ടുകൾ നോക്കൂ, ഇതിനകത്ത് കോടതി തീരുമാനം കാണൂ, അല്ലെങ്കിൽ CBIയുടെ അന്വേഷണ റിപ്പോർട്ടിലെ ആദ്യത്തെ ഫൈൻഡിങ്സ് കാണൂ. ഈ പറഞ്ഞ മുഴുവൻ വ്യാജമല്ലേ? SFIക്കെതിരെ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ ഇപ്പോൾ അസ്ഥാനത്തായില്ലേ എന്ന മട്ടിൽ വലിയ പ്രചരണം ഇടതു ഹാൻഡിലുകളിൽ SFI കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അത് വരട്ടെ, കോടതി വിധി ആയില്ലല്ലോ. കോടതി ഒരു അന്തിമ റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, നടക്കുന്നതേ ഉള്ളൂ. അവരുടെ ശിക്ഷ എന്താണ്, വിധി എന്താണെന്ന് അറിയട്ടെ. ഞങ്ങളതിൽ പൂർണ്ണ വിശ്വാസത്തിൽ ഇപ്പോൾ ഇരിക്കുന്നു. അത് വരട്ടെ. ഇതിനകത്ത് മൊത്തം 17 പ്രതികളുണ്ട്. അതിൽ ചില ആളുകൾ ഒഴിവാക്കപ്പെട്ടു എന്നൊരു ആരോപണം നിങ്ങൾ ഇടയ്ക്ക് ഉന്നയിച്ചു. അതെ, ഒന്നോ രണ്ടോ പേരെ വിട്ടുപോയി എന്നാണ് നിങ്ങളുടെ ആരോപണം. പ്രശ്നം അതെ, അത് അന്ന് മുതൽ ഞങ്ങൾ ഏത് ഉദ്യോഗസ്ഥന്മാർ വന്നാലും പറയുന്നതാണ്. അക്ഷയ്, ഞങ്ങൾ അന്ന് ആ 3 ദിവസവും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് അക്ഷയാണ്. അവനെല്ലാം അറിയാം. എവിടെയാണ് സിദ്ധാർത്ഥൻ്റെ സാധനങ്ങൾ, എവിടെയാണ് സിദ്ധാർത്ഥൻ, എന്ത് ചെയ്യുന്നു, അപ്പോൾ എങ്ങനെ കിടക്കുന്നു, അവൻ്റെ ഫോൺ എന്ത് ആണ് ഉപയോഗിക്കാൻ പറ്റാത്തത്, ഇതെല്ലാം അവനറിയാം. അവൻ പ്രതിപട്ടികയിൽ വന്നിട്ടില്ല. അതുപോലെ വേജ പരാതി കൊടുത്ത വിൻസ്യ, പേര് പോലും പുറത്തു വന്നിട്ടില്ല. പിന്നെ കണ്ടു നിന്നവർ കുറ്റക്കാരാണെങ്കിൽ കുറേ അധികം പേരുണ്ട്. ആത്യന്തികമായി ഇവർക്കെല്ലാം രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നു എന്നാണ് നിങ്ങൾ കാണുന്ന പ്രശ്നം. അതെ, അക്ഷയ് MM മണിയുടെ കീഴിലാണ്. MM മണിയുടെ താല്പര്യമാണ് അക്ഷയെ സംരക്ഷിക്കുന്നത്. അവരുടെ അമ്മ, അതെ 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 അതെ, തുടക്കം മുതൽ അതാണല്ലോ, അങ്ങനെയാണ്. ഇടുക്കി അച്ഛൻ്റെ കയ്യിൽ തന്നെയാണ് അക്ഷയ്. ഇത്രയും പറഞ്ഞിട്ട് ഒരു പേര് പോലും, ആ പ്രതി എന്നുള്ള ഒരു പേര് പോലും വന്നിട്ടില്ല എങ്കിൽ അതല്ല, ആ കുട്ടിക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതിനകത്ത് ഈ പ്രതികളായ ആളുകൾ തന്നെ നിങ്ങൾക്കെതിരെ ഇപ്പോൾ വലിയ ആക്ഷേപവും അല്ലെങ്കിൽ പ്രചാരണവും നടത്തുന്നു എന്ന വേദനയുണ്ടോ? അങ്ങനെ ഒരു പരാതിയോ പരിഭവമോ ആരോപണമോ ഉണ്ടോ? ഇപ്പോൾ ഞാൻ അതൊന്നും പറയുന്നില്ല. ഞങ്ങളിപ്പോൾ കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നിയമപരമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാം. വിശ്വാസം ഇതുവരെയും ഉണ്ട്. ഇനി വിധി വരുന്നതുവരെ ഞങ്ങളത് വിശ്വസിക്കും. ഇല്ല എങ്കിൽ എന്താണോ വിധി അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഒരു ജീവൻ കൊടുത്തതാണ് ഞങ്ങൾ, ഒരു ജീവൻ, അത് നാട്ടിന് വേണ്ടി കൊടുത്തതാണ്. അതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ഈ റാഗ് തൽക്കാലത്തേക്കല്ല, പൂർണ്ണമായും ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു കോളേജിലും ഇതുപോലൊരു അവസ്ഥ വരാതിരിക്കാൻ ഒരു ജീവൻ്റെ വില, അതിന് പ്രയോജനം വേണം. മനസ്സിലാക്കുന്നു ഷീബ നിങ്ങളുടെ വികാരത്തെയും വേദനയും. നിങ്ങൾ മാതാപിതാക്കൾക്ക് സമാധാനമുണ്ടാവുന്ന നിയമപരമായ തീർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മളും ആശിക്കുന്നു. താങ്ക് യു, ഇത്രയും സമയം ഒപ്പം ഉണ്ടായതിന്, ചെലവഴിച്ചതിന് താങ്ക് യു.